എന്നെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബ് ചാനലിന് ചിലപ്പോൾ 4 മാസം അല്ലെങ്കിൽ 5 മാസം അല്ലെങ്കിൽ 6-7 മാസം എല്ലാം കൂടി വരുമ്പോഴാണ് $100 തികയുന്നത്. 2 ആഴ്ചയായിട്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. 2 ആഴ്ചയായിട്ട് ഞാൻ 3 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് 3 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ 3 വീഡിയോസിലും ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും മോണിറ്റൈസേഷൻ ആയവർ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മോണിറ്റൈസേഷൻ ആകാത്തവർ കണ്ടാലും ഒരു കുഴപ്പമില്ല, അവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പൊ ഞാൻ ഈയിടെ ആയിട്ടാണ് കുറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അത് മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. അപ്പൊ എന്റെ മോണിറ്റൈസേഷൻ ആയത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ എനിക്ക് ഇതുവരെയായിട്ടും യൂട്യൂബിൽ നിന്നും ഏണൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ $100 ആയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുക. അപ്പൊ എന്റെ ഏകദേശം $90 കടന്നു. നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മോണിറ്റൈസേഷൻ ആയി ക്യാഷ് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അല്ലെ. അപ്പൊ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുക എന്ന് ചിന്തയോട് കൂടി ഇരിക്കുന്നവരായിരിക്കും. ചെറിയൊരു എമൗണ്ട് ആയിരിക്കും എങ്കിൽ പോലും നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ക്യാഷ് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് അല്ലെ. അപ്പോൾ അത് ഒന്നിനും ചിലപ്പോൾ ഉപകരിക്കില്ല. ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഉപകരിച്ചു എന്ന് വരും അല്ലെ. ചിലർക്ക് മാസം മാസം കിട്ടുന്നവരുണ്ടാവും. വലിയ വലിയ യൂട്യൂബ് ചാനലിലൊക്കെ മാസം തോറും കിട്ടി വരുന്നുണ്ടാവും. അവർക്കൊക്കെ അത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബ് ചാനലിന് ചിലപ്പോൾ 4 മാസം അല്ലെങ്കിൽ 5 മാസം അല്ലെങ്കിൽ 6-7 മാസം എല്ലാം കൂടി വരുമ്പോഴാണ് $100 തികയുന്നത്. അപ്പോ അതൊരു ക്യാഷ് തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. എങ്കിലും ആ ക്യാഷ് കിട്ടുന്നത് നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലെ. ഇങ്ങനെ ചെയ്തതിലൂടെ നമുക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്കും വളരെ സന്തോഷമായിരുന്നു കേട്ടോ. എന്റെ $100 തികയാൻ പോകുന്നു എന്ന സന്തോഷത്തോടുകൂടി ഞാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ ഡെയിലി ഉറങ്ങി എണിച്ച് കഴിഞ്ഞാൽ എത്ര ഡോളർ കൂടി എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ എൻ പേജിൽ പോയിട്ട് വെറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് എൻ പേജിൽ നോക്കുമായിരുന്നു കേട്ടോ. മോണിറ്റൈസേഷൻ ആയവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും നോക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അത് കൂടാതെ എന്റെ ഓരോ വീഡിയോ എടുത്തില്ലേ നമ്മൾ, ആ വീഡിയോന്റെ എസ്റ്റിമേറ്റ് റവന്യൂ നോക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വീഡിയോക്കും എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, അതിന് എത്ര ഡോളർ കയറിയിട്ടുണ്ട് എന്നും ഞാൻ നോക്കാറുണ്ടായിരുന്നു. അത് എല്ലാവരും നോക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. 2 ആഴ്ചയായിട്ട് ഞാൻ 3 വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്ത് 3 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ 3 വീഡിയോസിലും എന്റെ റവന്യൂ കയറിയിട്ടില്ല. വലിയ വ്യൂസ് ഒന്നുമില്ല, എങ്കിലും നമുക്ക് റവന്യൂ കയറേണ്ടതാണ്. 500-ൽ കൂടുതൽ വ്യൂസ് ആണ് ഉള്ളത്. എങ്കിലും 0.22 അല്ലെങ്കിൽ 21 അങ്ങനെ വെച്ചിട്ട് റവന്യൂ കയറേണ്ടതാണ്. ഇപ്പൊ അവിടെ 0 ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമായിരിക്കാം മലയാളത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ ആകെ 3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഷോർട്സ് ഇടുമ്പോൾ അതിന് നമുക്ക് റവന്യൂ വരുന്നുണ്ട് കേട്ടോ. ഷോർട്സിന് എനിക്ക് വലിയ റവന്യൂ ഒന്നുമില്ല, 0.01 ഒക്കെ ആണ് റവന്യൂ കിട്ടുന്നത് കേട്ടോ. എന്റെ അത്ര തന്നെയല്ലേ ഉള്ളത്. എന്താ പറയുക, ഷോർട്സ് എന്ന് പറയുന്നത് 1000 വ്യൂസ് പോലും ഉണ്ടായില്ല. ചിലപ്പോൾ കൂടി വന്ന 1000 വ്യൂസിൽ കൂടി വരാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു പോയിന്റ് മാത്രമേ അതിൽ റവന്യൂ കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആയവർ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഓരോ വീഡിയോക്കും റവന്യൂ കയറുന്നുണ്ടോ എന്ന് കേട്ടോ. റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ എസ്റ്റിമേറ്റ് റവന്യൂ എടുത്ത് നോക്കുക. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ കയറുന്നുണ്ട്, അത് കയറുന്നുണ്ട് എനിക്കും. അല്ലാതെ ഈ 2 ആഴ്ചത്തോളമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ എസ്റ്റിമേറ്റ് റവന്യൂ കയറുന്നില്ല കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ കയറാത്തതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്താണ് റീസൺ എന്ന് അറിയുകയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഞാൻ തമിഴ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ഇതിനെക്കുറിച്ച്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ആരും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, വലിയ വലിയ ടെക് ചാനലുകളൊന്നും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം, കാരണം അവര് വീഡിയോ ബേസ് ചിലപ്പോൾ എസ്റ്റിമേറ്റ് റവന്യൂ നോക്കുന്നുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. ടോട്ടലായിട്ട് പേജിൽ നോക്കുമ്പോൾ കയറുന്നുണ്ടല്ലോ, അപ്പൊ കയറുന്നുണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ പലർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ തമിഴിൽ ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പൊ അതിലൊരു 1 ലാഖിൽ കൂടുതലുള്ള ഒരു ചാനല് സബ്സ്ക്രൈബേഴ്സ് 1 ലാഖ് സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലുള്ള ഒരു ടെക് ചാനൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ എത്ര പേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും എനിക്ക് റവന്യൂ ഒന്നും കിട്ടത്തില്ല, എനിക്കറിയാം. അപ്പൊ ഞാൻ എന്താ പറയാ, റവന്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആഡ്സ് വരുന്നില്ല, പക്ഷേ ഡോളർ ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ടും വരില്ല, എന്തായാലും കയറൊന്നും വിചാരിക്കും. വലിയ വലിയ ചാനലുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഡോളർ ഗ്രീൻ കളർ കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ ഡോളറിന് ചിഹ്നം കാണിക്കും. അത് കാണിക്കുന്നുണ്ട്, എനിക്കും കാണിക്കുന്നുണ്ട്, പക്ഷെ ആഡ്സ് വരുന്നില്ല. അപ്പൊ ഞാൻ പല വീഡിയോസ് ഒക്കെ ഓൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വേറെ ചാനലിൽ പോയിട്ട്. അതിൻ്റെ ഇതിലും ആഡ്സ് ഒന്നും കണ്ടില്ല ഇതുവരെയും.
അപ്പോൾ നിങ്ങൾക്ക് ഡോളർ കയറുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കല്ല, വലിച്ചു നീട്ടുകയല്ല. എനിക്ക് എന്താ പറയാ ഭയങ്കര സങ്കടമായിട്ടോ. കാരണം $100 ആകാൻ ഈ 10-ാം തീയതിക്കുള്ളിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്റെ ഇതിലേക്ക് കയറത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അടുത്ത 10-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. അതുവരെയും ഇതേ പോക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീണ്ടും ഡോളർ കയറത്തില്ല. എന്തൊരവസ്ഥയാണെന്ന് നോക്കൂ. $100 അടുക്കാനാകുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് യൂട്യൂബിന്റെ ഒരു സ്റ്റക്കായ പോലെ റവന്യൂ നിർത്തിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആഡ്സ് കയറുന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പൊ അതുപോലെ ആരെങ്കിലുമൊക്കെ സങ്കടപ്പെട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എനിക്ക് വേറെ ഒരു ചാനലുമായിട്ട് കോൺടാക്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാ ഇതിനെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ ടെക് ചാനലിൽ പോയിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടോ, എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്കും കറക്റ്റായിട്ട് അറിയുന്നില്ല. അവര് കോൺടാക്ട് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെയും യൂട്യൂബ് ചാനലിൽ മറ്റാരുമായിട്ട് കോൺടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇതില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പൊ ഞാൻ നേരെ പോയി യൂട്യൂബ് ടീമുമായിട്ട് ചാറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ ഞാൻ അവരോട് എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പരിഹരിക്കുക 3 to 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ചാറ്റിൽ ലൈവായിട്ട് നിന്നുകൊണ്ടേന്ന് 1 മണിക്കൂറോളം. പക്ഷേ ഇനിയും പരിഹരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് പരിഹാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും അവരവരുടെ എസ്റ്റിമേറ്റ് റവന്യൂ, ഓരോ വീഡിയോന്റെയും എസ്റ്റിമേറ്റ് റവന്യൂ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് റവന്യൂ കയറുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ തെളിവ് സഹിതം സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 90-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോട്ടിവേഷൻ ആയവർക്ക് ആവശ്യമില്ല. മോട്ടിവേഷൻ ആകാത്തവർ ആരെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ ആ എല്ലാ വീഡിയോസും ചേർത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് നമ്മുടെ എസ്റ്റിമേറ്റ് റവന്യൂ കയറാത്തതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, 2 ആഴ്ചയായിട്ട് ഞാൻ 3 ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്. അതിൽ ഗ്രീൻ ഡോളർ കാണിക്കുന്നുണ്ട്, പക്ഷേ ആഡ്സ് വരുന്നില്ല. അതുകൊണ്ട് റവന്യൂവും കയറുന്നില്ല കേട്ടോ. 0 റവന്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരികയാണ് കേട്ടോ. 3 വീഡിയോസിൻ്റെയും കണ്ടില്ലേ 0 കാണിക്കുന്ന റവന്യൂ. അപ്പോൾ ഇനിയൊരു വീഡിയോൻ്റെയും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതും അതേപോലെ 0 ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇനി 3-ാമത്തെ റീസെൻ്റായിട്ട് വീഡിയോൻ്റെയും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലും 0 ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും 0 കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്കും എസ്റ്റിമേറ്റ് റവന്യൂ കയറുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കാര്യം തിരക്കുക. യൂട്യൂബ് ടീമുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുമായിട്ട് കാര്യം തിരക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.